പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ സ്കൂളും ഈ പരിസരവുമൊക്കെ നിങ്ങൾക്ക് വല്ലാതെ നഷ്ടബോധം അഥവാ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ സ്കൂളിൻ്റെ വരാന്തയിൽ നിന്നും കൊണ്ട് തന്നെ നിങ്ങൾക്കായി ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം സ്കൂളിൻ്റെ പരിസരം. ഓക്കെ, നമുക്ക് താമസം വിന സ്കൂളിൽ വീണ്ടും ഒന്നിച്ചു ചേരാമെന്ന് നമുക്ക് ശുഭപ്രതീക്ഷ വെച്ച് പുലർത്താം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്. കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. കൂടുതൽ ലെവലിൽ നിന്ന് കുറഞ്ഞ ലെവലിലേക്കാണ് ജലം ഒഴുകുന്നത്. ഇൻ ദ സെയിം വേ ഇലക്ട്രിസിറ്റി ഓൾസോ ഫ്ലോസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. കൂടിയ പൊട്ടൻഷ്യലിൽ നിന്ന് കുറവുള്ള പൊട്ടൻഷ്യലുള്ള വസ്തുവിലേക്കായിരിക്കും ഇലക്ട്രിസിറ്റി ഒഴുകുന്നത്. ആംപിയറാണ് യൂണിറ്റ്. കറണ്ടിനെ അളക്കുന്ന ഉപകരണം അമ്മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ കറണ്ട്. കറണ്ട് പ്രധാനമായിട്ടും ഇലക്ട്രിസിറ്റി രണ്ട് തരമുണ്ടെന്നും നിങ്ങൾക്കറിയാം. ഒന്ന് KSEB ലൈൻ മുഖാന്തരം ലഭിക്കുന്ന AC കറണ്ട്, അല്ലെങ്കിൽ ഒരു AC ജനറേറ്റർ ഉപയോഗിച്ചോ ആൾട്ടർനേറ്റർ ഉപയോഗിച്ചോ വി ക്യാൻ പ്രൊഡ്യൂസ് കറണ്ട്, ദാറ്റ് ഈസ് AC, ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ദിശ മാറുന്ന കറണ്ടാണത്. മറ്റത് ബാറ്ററി ഉപയോഗിച്ചും ഒക്കെ അല്ലെങ്കിൽ DC ജനറേറ്റർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന DC കറണ്ട്. ഓൾമോസ്റ്റ് ഓൾ എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ എ ഹൗസ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ AC. അതേസമയം DCയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ മൊബൈലുണ്ട്, ടോയ്സ് ഉണ്ട്, അതുപോലെ വാച്ച്, ഇലക്ട്രോണിക്സ് വാച്ചുകളൊക്കെ കണ്ടു. അതിൻ്റെ എല്ലാം പവർ സോഴ്സ് DC ആണ്. പൊട്ടൻഷ്യൽ, the ability of a charged body to do work is called potential. എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? അതായത് ചാർജ് ആയിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്. വാട്ട് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ പൊട്ടൻഷ്യൽ ഓഫ് എ ചാർജ്ഡ് ബോഡി ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സാധാരണ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ നമ്മൾ വോൾട്ടേജ് എന്നും പറയാറുണ്ട്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്, EMF എന്ന് പറയും, വിദ്യുത് ചാലക ബലം. ഫോഴ്സ് required to move electrons in a circuit is called EMF. അതിൻ്റെ യൂണിറ്റും വോൾട്ട് തന്നെയാണ്. റെസിസ്റ്റൻസ്, പ്രതിരോധം എന്നൊക്കെ പറയും. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലൂടെ കറണ്ടിനെ കടത്തിവിടാതിരിക്കാനുള്ള ആ ഒരു ടെൻഡൻസി, കഴിവിനെയാണ് എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദ ഓപ്പോസിഷൻ ഓഫേർഡ് ബൈ എ സബ്സ്റ്റൻസ് ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് 240 വോൾട്ടേജാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻപുട്ട് 240 വോൾട്ട്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് 10 വോൾട്ടേജാണ്. 10ൽ ചെറുതായിട്ടും തെളിഞ്ഞിട്ടുണ്ട്, കണ്ടല്ല. ഇനി അടുത്ത് 20 വോൾട്ടാക്കി, 20ൽ കുറച്ചുകൂടി തെളിഞ്ഞു. 60 വോൾട്ടിലേക്ക് ഇടാൻ പോയാണ്. 60 വോൾട്ടേക്ക് ഇപ്പോൾ തെളിഞ്ഞ് കൂടുതൽ തെളിഞ്ഞില്ലേ? ഇതിനെ കൂട്ടാൻ വേണ്ടി 3ലേക്ക് ഇടാൻ പോയി. കണ്ടല്ലേ? മൾട്ടി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മിനി എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം മെഷർ ചെയ്യാൻ പറ്റും? വോൾട്ടേജ് മെഷർ ചെയ്യാം, കറണ്ട് മെഷർ ചെയ്യാം, റെസിസ്റ്റൻസും മെഷർ ചെയ്യാം. അടുത്തത് ലോ ഓഫ് റെസിസ്റ്റൻസ്. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ബേസ്ഡ് ഓൺ എന്തിനെല്ലാം ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ലോ പറയുന്നത്. ഒന്നാമത്തത് കണ്ടക്ടറിൻ്റെ ലെങ്തുമായി ബന്ധപ്പെട്ട്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, നേരനുപാതത്തിലാണ്. അതായത് കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂടിയാൽ സ്വാഭാവികമായിട്ടും റെസിസ്റ്റൻസ് കൂടും. കണ്ടക്ടറിൻ്റെ ലെങ്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസും കുറയും. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. ഓർക്കുക, ലെങ്തിന് ഡയറക്റ്റായിരിക്കും, നേരനുപാതത്തിലായിരിക്കും, പക്ഷേ ഏരിയയ്ക്ക് വിപരീത അനുപാതത്തിലായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് മെറ്റീരിയൽ. അതായത് ഈ കണ്ടക്ടർ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതുമായി ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നാലാമത്തെ കാര്യം, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടെമ്പറേച്ചർ. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ, ദാറ്റ് ഈസ് ഓംസ് ലോ, ഡിസ്കവേർഡ് ബൈ എ ജർമ്മൻ സയൻറ്റിസ്റ്റ് ജോർജ് ഓം. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് ദി കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ the current flowing through a circuit is directly proportional to the voltage across it. സ്ഥിരമായിരിക്കുന്ന ഒരു താപത്തിൽ ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ അളവ് എന്ന് പറയുന്നത് അതിൻ്റെ വോൾട്ടേജിന് നേരനുപാതത്തിലായിരിക്കും. ഒരു മാജിക് ട്രയാങ്കിളിലൂടെ
ഓംസ് ലോയെ നമുക്ക് സൂചിപ്പിക്കാം.